ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇന്ന് തിരികെ ജയിലിലേക്ക് പോകും. മദ്യനയ അഴിമതി കേസിൽ സുപ്രീം കോടതി നൽകിയ ഇടക്കാല ജാമ്യത്തിന്റെ കാലാവധി ഇന്നലെ അവസാനിച്ചിരുന്നു. ഇന്ന് ജയിലിലേക്ക് പോകാൻ ഇരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ. ആരോഗ്യ പ്രശ്നം ചൂണ്ടിക്കാട്ടി ജാമ്യ കാലാവധി നീട്ടണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ സുപ്രീം കോടതി ഇക്കാര്യം വിസമ്മതിച്ചിരുന്നു. മുസ്ലിം ലീഗിൽ ചേർന്നേക്കുമെന്ന വാർത്തകൾ തള്ളിക്കളയുകയാണ് INL നേതാവും മുൻ മന്ത്രിയുമായ അഹമ്മദ് ദേവർകോവിൽ. പുറത്തു വന്നത് വ്യാജ വാർത്തയാണെന്നാണ് ദേവർകോവിൽ പറയുന്നത്. പാർട്ടി പുറത്താക്കിയവരാണ് ഇത്തരത്തിലുള്ള വാർത്തയ്ക്ക് പിന്നിലെന്ന് അഹമ്മദ് ദേവർകോവിൽ പ്രതികരിച്ചു. ഇക്കാര്യം മുസ്ലിം ലീഗും തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഒരു തരത്തിലുള്ള ചർച്ചയും അഹമ്മദ് ദേവർകോവിലുമായി നടത്തിയിട്ടില്ല എന്ന് PMA സലാമും പറഞ്ഞു. വാക്കുകളിലേക്ക്. മുസ്ലിം ലീഗിനെ തെറ്റായ നിലപാട് പ്രതിഷേധിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് ഭരണത്തിലിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഭരണത്തിന്റെ എല്ലാ സൗകര്യങ്ങളും വേണ്ടെന്ന് വെച്ച് പ്രതിപക്ഷത്തേക്ക് ഇറങ്ങി വന്ന് പുതിയൊരു രാഷ്ട്രീയ പാർട്ടിക്ക് നേതൃത്വം കൊടുത്ത ആളുകളാണ് ഞങ്ങളൊക്കെ. ഞങ്ങൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഘടകകക്ഷിയായി മുന്നണിയുടെ മന്ത്രിയായി 2.5 വർഷക്കാലം ഇരിക്കാനുള്ള അവസരം ലഭിച്ചു. അത്തരമൊരു സാഹചര്യത്തിൽ വീണ്ടും പഴയ രാവണത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കൂ? ഞാൻ ഒരു തരത്തിലുള്ള ചർച്ചയും ആരുമായും നടത്തിയിട്ടില്ല, ഒരിക്കലും നടത്താനും ആഗ്രഹിക്കുന്നില്ല. ഞാൻ സത്യത്തിൽ അദ്ദേഹത്തെ കണ്ടിട്ട് തന്നെ മാസങ്ങളായി. കോഴിക്കോട് ഒരു കല്യാണത്തിൽ വെച്ചാണ് ഒരു 5-6 മാസം മുമ്പ് കണ്ടത്. ഇപ്പോൾ സംസാരിച്ചു എന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല. ഇപ്പോൾ MLA അദ്ദേഹം MLA ആണ്. നിയമസഭയിൽ അബ്ദുൽ ഹുസൈൻ തങ്ങളും അതുപോലുള്ള MLA കാണാറുണ്ട്, ഒരുമിച്ച് ചായ കുടിക്കാറുണ്ട്, ഒക്കെയുണ്ട്. അത് രാഷ്ട്രീയ ചർച്ചയെ അംഗീകരിക്കാൻ പറ്റുമോ? മുസ്ലിം ലീഗ് ഒരാളുമായും അത്തരത്തിലുള്ള ചർച്ചകൾ നടത്തിയിട്ടില്ല. മുസ്ലിം ലീഗിന് പൊതുവായിട്ട് പറയാനുള്ള കാര്യം, മുസ്ലിം ലീഗ് ഒരു ജനാധിപത്യ മതേതര പ്രസ്ഥാനമാണ്. മുസ്ലിം ലീഗ് എപ്പോഴും അതിന്റെ ജനകീയ അടിത്തറ കൂട്ടാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്ന ഒരു സംഘടനയാണ്. ആ നിലയിൽ അദ്ദേഹം വരാനുള്ള നീക്കമുണ്ടെങ്കിൽ സ്വാഗതമാണ്. അത്രേ അതിനെപ്പറ്റി പറയാനുള്ളൂ. അതിനൊരു ക്ലാരിറ്റി വരട്ടെ. എന്തായിരുന്നാലും മുസ്ലിം ലീഗ് ഒരു പൊതുനയം എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിലേക്ക് അതിന്റെ നയങ്ങളും പരിപാടികളുമായിട്ട് യോജിക്കാൻ കഴിയുന്ന ആളുകൾ വരികയാണെങ്കിൽ ഞങ്ങൾ അവരെ സ്വാഗതം ചെയ്യുക മാത്രമാണ് ചെയ്യുക. അതിന്റെ വസ്തുത എങ്ങനെയാണെന്ന് വെച്ചാൽ വരട്ടെ. അപ്പം നമുക്ക് അതിനനുസരിച്ച് കാണുകയും ചെയ്യാം. നമ്മുടെ സമീപനം ഇതാണ്. നമ്മൾ വരുമ്പോൾ സ്വാഗതം ചെയ്യാൻ പറ്റിയ സംഗതിയാണ്. അത് പിന്നെ അതിന്റെ ക്ലാരിറ്റി വരട്ടെ. പക്ഷെ ലീഗിന്റെ സമീപനങ്ങൾ എപ്പോഴും തുറന്നൊരു സമീപനമാണ്. അതറിയില്ല, അത് അങ്ങനെ ഒരു ചർച്ച നടന്നതായിട്ട് അറിയില്ല. മുൻ മന്ത്രിയും INL നേതാവുമായ അഹമ്മദ് ദേവർകോവിൽ തിരികെ മുസ്ലിം ലീഗിലേക്ക് പോകാൻ പോകുന്നു എന്നുള്ള വാർത്തകളായിരുന്നു കഴിഞ്ഞ ദിവസം പ്രചരിച്ചിരുന്നത്. പക്ഷേ ഇക്കാര്യം ദേവർകോവിൽ തന്നെ തള്ളിക്കളയുകയാണ്. മുസ്ലിം ലീഗുമായി ചർച്ച നടന്നിട്ടില്ല എന്ന് PMA സലാം പറയുന്നു. ദേവർകോവിൽ വരികയാണെങ്കിൽ വരട്ടെ എന്ന രീതിയിലുള്ള നിലപാടാണ് ET സ്വീകരിച്ചിരിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. KSU ക്യാമ്പിൽ നടന്ന അടിയെക്കുറിച്ചുള്ള റിപ്പോർട്ട് AICCക്ക് അയച്ചിട്ടുണ്ടെന്ന് KPCC പ്രസിഡന്റ് K. സുധാകരൻ. നടപടി